RSS സഭാ നേതൃത്വമായിട്ട് ഏകദേശം ഇവർ സ്ഥാപിച്ചപ്പോൾ തുടങ്ങി ഏകദേശം 95 വർഷമായിട്ട് പല സംഭാഷണങ്ങളും നടക്കുന്നുണ്ട്. അതിന് പ്രത്യേകിച്ച് അജണ്ടകളോ കാര്യങ്ങളോ ഇല്ല. രാജ്യത്തിന്റെ പുരോഗതിക്ക് ആവശ്യമായ കാര്യങ്ങളും വികസനത്തിന്റെ കാര്യങ്ങളും സുരക്ഷിതത്വം അങ്ങനെയുള്ള കാര്യങ്ങളേ ഉള്ളൂ. പ്രത്യേകിച്ച് വേറെ ആരെയും ദ്രോഹിക്കാനുള്ള അജണ്ട RSSനും ഇല്ല, സഭയ്ക്കും ഇല്ല. അവര് തമ്മിൽ കാണുന്നതിന് ഈ ഹസ്കർ പറഞ്ഞ രീതിയിലുള്ള അർത്ഥങ്ങളൊന്നും അതിൻ്റെ അകത്തില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, സഭയെ സംബന്ധിച്ചിടത്തോളം സഭ ഒരു കേഡറാണ്. കൃത്യമായ ഇടവക ഉണ്ട്. അവിടുന്ന് ഏതെങ്കിലും കുട്ടികൾ മുങ്ങുവോ പൊങ്ങുവോ ഒക്കെ ചെയ്താൽ അത് കണ്ടുപിടിക്കാനുള്ള സംവിധാനമുണ്ട്. പേരൻസ് കൗൺസിലിംഗിലും കുമ്പസാരത്തിലും കൃത്യമായിട്ട് കുട്ടികൾക്ക് എന്തെങ്കിലും ദുരിതം സംഭവിച്ചാൽ അത് അച്ഛനോട് പറയുകയോ അച്ഛൻ അത് രൂപതയ്ക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. കൃത്യമായ ലിസ്റ്റ് ഇക്കാര്യത്തിൽ സഭയുടെ കയ്യിൽ അന്നും ഇന്നും എന്നും ഉണ്ട്. അത് പുറത്ത് പറയാത്ത ഇന്ത്യയുടെ നിയമം അനുസരിച്ചാണ്. വ്യക്തിഗതമായ പ്രൈവസി ഉള്ള കാര്യങ്ങൾ വെളിപ്പെടുത്താൻ പറ്റാത്തതുകൊണ്ട്. അപ്പൊ നമ്പേഴ്സ് ആർ ദെയർ. ആ നമ്പർ ഇന്ന ഇടവകയിൽ നിന്ന് ഇത്ര പേര് പോയി, ഇന്ന രൂപതയിൽ നിന്ന് ഇത്ര പേര് പോയി, അത് കൃത്യമായിട്ട് ആ ലിസ്റ്റ് ഉണ്ട്. അവർ കണ്ടുപിടിക്കാൻ പറ്റാത്തവരെത്ര, മരിച്ചു പോയവരെത്ര, ഫോറിനിൽ വിൽക്കപ്പെട്ടവരെത്ര, ICC പോയവരെത്ര, ഇതിനെ സംബന്ധിച്ചുള്ള ലിസ്റ്റൊക്കെ ഉണ്ട്. അത് സഭ അപ്രോപ്രിയേറ്റ് ആയിട്ട് ഗവൺമെന്റ് ഏജൻസികളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. അല്ലാതെ അവരുടെ വീട്ടുകാരുടെ രഹസ്യങ്ങളെല്ലാം ഇവിടെ വിളിച്ചു പറയാൻ പറ്റത്തില്ല. അപ്പൊ അത് അവർക്ക് കൂടുതൽ ബാക്കി ജീവിച്ചിരിക്കുന്ന ആ ഫാമിലിയിലെ ആൾക്കാരെ പ്രശ്നമാവും. പക്ഷെ അങ്ങനെ പോയവരെ സംബന്ധിച്ച് അല്ലാണ്ട് സഭ ഒരു അന്തോ കുന്തോ ഇല്ലാണ്ടല്ല ഇവിടെ ബിഹേവ് ചെയ്യുന്നത്. അതുകൊണ്ട് പിന്നെ LDF-കാരുടെ നേതാക്കന്മാരുടെ ലിസ്റ്റും ഉണ്ട്. അത് അവരുടെ കയ്യിലും ഉണ്ട്. LDF ഹസ്കർ ഇവിടെ നിഷേധിച്ചാലും ഞാൻ ചോദിക്കട്ടെ, ഒരു വീട്ടില് ഇടതുപക്ഷ മുന്നണിക്കാരന്റെ വീട്ടിൽ ലൗചികാൽ ഉണ്ടായാൽ പേരൻസ് കരയുകയും അലമുറയിടുകയും ഭക്ഷണം കഴിക്കാണ്ടിരിക്കുകയും പിള്ളേരെ തല്ലുകയും സങ്കടപ്പെടുകയും ഒക്കെ ചെയ്യും. പിന്നെ പാർട്ടി വന്ന് അത് ചവിട്ടിക്കൂട്ടും. പാർട്ടി വന്ന് അത് ചവിട്ടിക്കൂട്ടിയിട്ട് അത് നമ്മളെല്ലാം സഖാക്കളാണ്, അതാണ് ഇതാണെന്നെല്ലാം പറഞ്ഞ് അത് നടത്തി കൊടുക്കും. അതാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ഇവരുടെ വീട്ടിലും ലൗചികാസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ അല്ലെ നാർക്കോട്ടിക് ജിഹാദ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടാൽ ഈ ഇരട്ടച്ചങ്കം ഉണ്ടെന്ന് പറയുന്ന ആളും കരഞ്ഞിട്ടുണ്ട്. ഇരട്ടച്ചങ്കം ഉണ്ടെന്ന് പറഞ്ഞ ആളും കരഞ്ഞിട്ടുണ്ട്. അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഇത് ആർക്കും പേരൻസിന് പ്രത്യേകിച്ച് ഇമ്മ്യൂണിറ്റി ഒന്നുമില്ല. ഇന്ന പാർട്ടി മാത്രമേ ഇത് വരത്തുള്ളൂ, ക്രിസ്ത്യാനിക്ക് മാത്രമേ വരത്തുള്ളൂ, കമ്മ്യൂണിസ്റ്റുകാരന് വരത്തില്ല, കോൺഗ്രസ്സുകാരന് വരത്തില്ല എന്നില്ല. അവരുടെ ഫാമിലിയിൽ ഇത് വരുമ്പോൾ സ്റ്റാൻലി സെബാസ്റ്റ്യൻ താൻ ഇടതുപക്ഷമായതുകൊണ്ട് മാത്രമാണ് തന്റെ മകൾ ഇത്തരത്തിൽ പോയതെന്ന് പറഞ്ഞ ഒരു അച്ഛൻ അശോകൻ നമുക്ക് മുമ്പിൽ ഉദാഹരണമായി ഉണ്ട് കോട്ടയം വൈക്കത്ത്. അല്ല, അതിന് വലിയ അച്ഛന്മാരൊക്കെ ഉണ്ടോ വലിയ വലിയ ഓഫീസുകളില്. ഞാൻ പിന്നെ പേര് പറയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ, നാട്ടുകാർക്ക് അറിയാവുന്നതുകൊണ്ട്. അദ്ദേഹമൊക്കെ ചെറിയ ആളാണ്. അപ്പൊ അതുകൊണ്ട് ഇഷ്ടംപോലെ ആൾക്കാർ ഇതിൻ്റെ അകത്ത് ഈ സെക്കുലറിസവും നവോത്ഥാനവും ഒക്കെ പറഞ്ഞ് ഇതിന്റെ അൾട്ടിമേറ്റ് ബെനിഫിഷ്യറി ഈ ടെറർ റിക്രൂട്ടേഴ്സ് തന്നെയാണ്. അതിന്റെ ഇരയായി തീർന്നത്. ഇപ്പൊ ഇടതുപക്ഷ മുന്നണിയിൽ അസ്കർ ഇവിടെ എന്ത് പറഞ്ഞാലും ഇടതുപക്ഷ മുന്നണിയുടെ നേതാക്കന്മാർ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട്. അവരവരുടെ പിള്ളേർക്ക് ബോധവൽക്കരണം കൊടുക്കുന്നുണ്ട്. ഇത് പണ്ട് ഇവിടെ സ്വാശ്രയ കോളേജ് വന്നപ്പം ബാക്കിയുള്ളവർ പഠിക്കണ്ടെന്ന് പറഞ്ഞ് സ്വന്തം മക്കളെ വിട്ടന്മാരാ ഇവിടുത്തെ ഇടതു മുന്നണിക്കാര്. അവരെ സ്വാശ്രയത്തിൽ പഠിക്കാൻ വിട്ടവരാ. ഇപ്പൊ ഈ സിനിമ വന്നപ്പം ഇത് ആദ്യം കണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഇടതു മുന്നണിക്കാരാ. അവര് കുടുംബമായിട്ട് അവരുടെ പിള്ളേരെ ബോധവൽക്കരണം നടത്തി നിങ്ങൾ ആരും പോയേക്കല്ലെന്ന് പറഞ്ഞിട്ടാണ് ക്രിസ്ത്യാനിയോടും ഹിന്ദുവിനോടും ഇത് കാണരുതെന്ന് പറയുന്നത്. അല്ലാണ്ട് ഇടതു മുന്നണിക്കാർ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾക്കാരല്ല. അവര് ഇത് മറ്റുള്ളവരോട് ഇത് കാണരുതെന്ന് പറയുന്നുണ്ടെങ്കിൽ അവരാദ്യം കണ്ടു എന്ന് തന്നെ അർത്ഥം. കുടുംബസമേതം കണ്ടു എന്ന് തന്നെ അർത്ഥം. കോൺഗ്രസ്സുകാരും ഇത് തന്നെ. നമ്മൾ കണ്ടതല്ലേ ഇവിടെ സ്വാശ്രയം വന്നപ്പം നിങ്ങൾ ആരും ചേർത്തേക്കല്ല, ഭയങ്കര പ്രശ്നമാണെന്നെല്ലാം പറഞ്ഞ് സമരം ഉണ്ടാക്കിയിട്ട് ഇവർ മറ്റ് സ്റ്റേറ്റുകളിൽ കൊണ്ടുപോയി പിള്ളേരെ ചേർത്തു. അപ്പൊ ഇതിന്റെ അർത്ഥം എന്താ? വളരെ കൃത്യമായിട്ട് ഇടതു മുന്നണിക്കാർ ഇത് കണ്ടു കഴിഞ്ഞു. അവരുടെ ആൾക്കാരിൽ ഇവർ അവയർനെസ് വരുത്തി കഴിഞ്ഞു. ഇത് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഡിഫെൻഡ് ചെയ്യണമെന്നുള്ള ഒരു മെക്കാനിസം വരെ അവർ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ആദ്യം നാട്ടുകാർ മനസ്സിലാക്കുക.